നമ്മൾ 6 മണിക്ക് എണീച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തില്ലേ, അന്നത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മൾ അത്താഴത്തിന് ഫുഡ് ഉണ്ടാക്കുകയാണ് രാത്രിക്ക്. അപ്പോൾ നമ്മുടെ പെലച്ചക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല മീൻകറിയും മുളകിട്ട് വെച്ചിട്ടുള്ള മീൻകറിയും മീൻ പൊരിച്ചതും പപ്പടം ഒക്കെ കൂട്ടിക്കാണ്ടാണ് ഇന്നത്തെ അത്താഴത്തിനുള്ള ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി പോയി. ഈ ഒരു വീഡിയോ ഉള്ള കാര്യം ഞാൻ മറന്നുപോയി കേട്ടോ. അന്നത്തെ വീഡിയോ അന്നന്ന് ഇടണോണ്ട് ഈ വീഡിയോ ഞാൻ ഇടാൻ മറന്നുപോയി. അപ്പോൾ എന്തായാലും ഇന്നത് ഇവിടെ കിടക്കട്ടെ. പിന്നെ നമ്മുടെ ഈ മാസത്തെ കമൻറ്റ് ടോപ്പർ സെലക്ട് ചെയ്യണത് മാർച്ച് 31 തീയതി ആയിരിക്കും. ഞാൻ ആളെ ആരാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ മാക്സിമം കമൻറ്റ് ഇട്ടിട്ട് കമൻറ്റ് ടോപ്പർ ആവാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് എൻ്റെ വീഡിയോയിൽ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന നമ്മുടെ ഇതുണ്ടല്ലോ കട്ടിംഗ് ബോർഡ്, സ്റ്റീലിൻ്റെ ആ ഒരു കട്ടിംഗ് ബോർഡാണ് കേട്ടോ നമ്മൾ കമൻറ്റ് ടോപ്പർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ കമൻറ്റ് ടോപ്പർ എങ്ങനെ സെലക്ട് ചെയ്യണത് എന്നുള്ളത് ഇപ്പോഴും പലർക്കും അറിയാത്തവരുണ്ട്. ഈ ഒരു വീഡിയോക്ക് മാത്രമാണോ കമൻറ്റ് ഇടേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അല്ല കേട്ടോ, നിങ്ങൾ ഏത് വീഡിയോക്ക് എത്ര കമൻറ്റ് ഇട്ടോ, ഇനിയിപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോക്കോ ഇപ്പോഴത്തെ വീഡിയോക്കോ ഇനി ഇടുന്ന വീഡിയോക്കോ ഏത് വീഡിയോക്ക് ആയിക്കോട്ടെ, എത്രത്തോളം നിങ്ങൾ കമൻറ്റ് ഇടണോ, ആരാണ് ഏറ്റവും കൂടുതൽ കമൻറ്റ് ഇട്ടത് അയാളെയാണ് നമ്മൾ കമൻറ്റ് ടോപ്പറായിട്ട് സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറക്കണ്ട, ഇപ്പം തന്നെ കമൻറ്റ് ഇട്ടങ്ങോട്ട് തുടങ്ങിക്കോളി. ആരാണെന്നുള്ളത് നമുക്ക് നോക്കാമല്ലോ.